നമസ്കാരം. വോട്ടിംഗ് യന്ത്രം നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർമാരിൽ ഒരാളെ അതിന്റെ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നത് BJPയുടെ രാജ്കോട്ട് ജില്ലാ പ്രസിഡന്റ് എന്നാണ്. ഡയറക്ടർമാരിൽ 4 പേരെങ്കിലും BJP പ്രവർത്തകരാണ് എന്ന് ആരോപിക്കുന്നു കേന്ദ്ര സർക്കാരിൽ ഊർജ്ജ സെക്രട്ടറിയായിരുന്ന EAS ശർമ്മ. വോട്ടിംഗ് യന്ത്രത്തിന്റെ സാങ്കേതികത പരിശോധന നടത്തുന്ന ടെക്നിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ആരാണുള്ളത്? അവർ സാങ്കേതിക ചുമതല ആരെയാണ് ഏൽപ്പിക്കുന്നത്? വോട്ടിംഗ് യന്ത്രത്തിന്റെ സോഴ്സ് കോഡ് പരസ്യമാക്കുന്നതിൽ എന്താണ് തടസ്സം? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടക്കുമ്പോഴാണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. EAS ശർമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതിയ ഒരു കത്തിനും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കയില്ലാത്തത് എന്തുകൊണ്ടാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ്, BJP വക്താവ് കൃഷ്ണദാസ്, സൈബർ വിദഗ്ധൻ PB ജിജീഷ് എന്നിവർ. ആദ്യം ജിജീഷിലേക്ക്. ജിജീഷ്, ഇന്ന് EAS ശർമ്മ ഈ എഴുതിയ കത്ത്, ആ കത്തിന്റെ സാങ്കേതിക പ്രാധാന്യം എന്താണ്? ചോദ്യത്തിനോടാണോ? അതെ അതെ ജിജീഷ്, പറയൂ. ജിജീഷ്, സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ ജിജീഷ്, പറയൂ. ഹലോ, കേൾക്കാം ജിജീഷ്, പറഞ്ഞോളൂ. ശരി ശരി ജിജീഷ്, ഞാൻ ജിജീഷിലേക്ക് വരാം. ഷമ മുഹമ്മദ്, ഇത്തരം സംശയങ്ങൾ സാങ്കേതിക വിദഗ്ധരിൽ നിന്നും അല്ലാതെയും ധാരാളമായി അടുത്ത കാലങ്ങളിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിന്റെ പോലും ഒരു കൺസേൺ ആവാത്തത് എന്തുകൊണ്ടാണ്? അജിം, നമസ്കാരം. നിങ്ങളത് തെറ്റിദ്ധാരണയാണ്. കോൺഗ്രസിന് ഒരു കൺസേൺ അല്ലാത്തത്. 6 മാസം മുമ്പേ ഇന്ത്യ ബ്ലോക്കിൻ്റെ 24 പാർട്ടീസ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു മീറ്റിംഗ് വേണമെന്ന്. നിങ്ങളൊക്കെ ഇതുവരെ 6 മാസമായി ആ മീറ്റിങ്ങിന് സമയം തന്നിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത്, ഈ EVM-നെ പറ്റിയിട്ട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ മറ്റേ മധ്യപ്രദേശിന് തെരഞ്ഞെടുപ്പിന് ശേഷം കമൽനാഥും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിഗ്വിജയ് സിംഗും. പക്ഷേ എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയാം, നമ്മളിത് പറയുമ്പം അവർ പറയാം നിങ്ങൾക്ക് എപ്പോഴും മെഷീനിനെ കൊണ്ട് തോൽക്കുന്നത് നിങ്ങൾ ജയിക്കുമ്പം പറയൂല അതെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ടാക്റ്റിക്കാണ്. ചില സ്ഥലത്ത് നിങ്ങൾ ജയിക്കും, അവർക്കറിയാം, പക്ഷേ വേണ്ട സ്ഥലത്ത് അവർ തോൽക്കും. അപ്പം ഈ പ്രശ്നം ശരിക്കും നമ്മൾ നോക്കിയാന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തും ഇപ്പം ഇത് ആരും യൂസ് ചെയ്യില്ല. അമേരിക്ക ഇല്ല, യുണൈറ്റഡ് കിങ്ഡം ഇല്ല, ഫ്രാൻസ് ഇല്ല, ചൈന ഇല്ല, ആരും ഇല്ല. എനിക്ക് തോന്നുന്നു നൈജീരിയ ഉപയോഗിക്കുന്നുണ്ട്, ഓസ്ട്രേലിയ, വെനസ്വേല, ബ്രസീൽ. പക്ഷെ ഓസ്ട്രേലിയയിൽ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ വെച്ച് കൊടുക്കും പബ്ലിക്കിന് വെച്ചിട്ട് അവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് പറഞ്ഞു, ഈ സോഫ്റ്റ്വെയർ എന്തുകൊണ്ട് പുറത്ത് വെക്കാത്തതെന്ന്. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഇത് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല, ഇറ്റ് ക്യാൻ ബി ഹാക്ഡ്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അത് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആദ്യം ആദ്യം നമുക്ക് വെറും VVPAT ഇല്ലാണ്ട് സിംഗിൾ ചിപ്പായിരുന്നു. ഇപ്പം അത് മൾട്ടി പ്രോഗ്രാമിംഗ് ചിപ്പായിട്ടുണ്ട്. എന്തുകൊണ്ട്? VVPAT വന്നേരം. അപ്പം അതിൻ്റെ മറുപടി നമ്മൾ ചോദിച്ചു, അത് നിങ്ങൾക്ക് ടാമ്പർ ചെയ്യാൻ പറ്റുമെന്ന് RTI മറുപടിയിൽ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേറൊരു കാര്യം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഫോർ എക്സാമ്പിൾ നമ്മൾ അമർത്തി VVPAT പേര് വരും. ആ VVPAT പേര് ആ സ്ലിപ്പ് ഞങ്ങൾക്ക് തരാം. അവിടുത്തെ വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്ക് സ്ലിപ്പ് തന്നിട്ട് ആ സ്ലിപ്പ് നമുക്ക് ബാലറ്റ് ബോക്സിലിടാം. അപ്പോൾ നമുക്ക് രണ്ടും ടാലി ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, കുറച്ച് VVPAT സ്ലിപ്സാ തരുന്നുള്ളൂ, മനസ്സിലായില്ലേ, മറ്റേതില്ല. അപ്പോൾ ടാലി ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ 2003 വന്നതിന് ശേഷം ഏറ്റവും അധികം അതിൻ്റെ എതിരെ പ്രതിഷേധം ചെയ്ത് LK അഡ്വാനി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് പറ്റില്ല, ഇത് ഉടനെ മാറ്റണം. GVL നരസിംഹ റാവു, അവർ മെമ്പർ ഓഫ് പാർലമെൻറ്റാ, മുന്നേ ഒരു ദേശീയ വക്താവായിരുന്നു, അദ്ദേഹം അതിൻ്റെ മേലൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമ്മളെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ
ഒരു ജനാധിപത്യ രാജ്യവും ഇത് യൂസ് ചെയ്യുന്നില്ല. ജനാധിപത്യം, ഡെമോക്രസീസ് വളരെ കുറവ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ട് ഒരു ബാലറ്റ് ബോക്സിൽ തിരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ മേലൊരു ചർച്ച വേണം. ഞാൻ പറഞ്ഞ പോലെ VVPAT എല്ലാത്തിൻ്റെ വരട്ടെ, എല്ലാവരുടെ വോട്ടിൻ്റെ VVPAT വന്നിട്ട് അത് നമുക്ക് ബാലറ്റ് ബോക്സിൽ ഇടാലോ. ബിക്കോസ് ഈ EVM മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ ഈ ചിപ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് വരുന്നുണ്ട് ഇതിൻ്റെ ചിപ്പ്, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ അസംബിൾ ചെയ്യുന്ന. അപ്പം ഈ അസംബിൾ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരൊന്നുമല്ല, അവർക്കൊന്നും അറിയില്ല. അവർ ആ മെഷീൻ അവിടെ ഇടും, അതിന് ആ അറേഞ്ച്മെന്റ്സ് വെക്കും, പിന്നെ അതിൻ്റെ ശേഷം അത് ലോക്ക് ചെയ്യും, പിന്നെ അത് കൊണ്ടുപോകും. അപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും അവരെന്നെയാണ് പറഞ്ഞത് ഈ മെഷീൻ ഈ സോഫ്റ്റ്വെയർ നമ്മൾ പുറത്ത് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറഞ്ഞത് ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഹാക്ഡ്. സോ ഇഫ് ഇറ്റ് ഇസ് ക്യാൻ ബി ഹാക്ഡ്, നമ്മൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? അതാണ് നമുക്ക് മനസ്സിലാക്കി. നമ്മൾ എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഈ ആരോപണം ഉന്നയിക്കുമ്പം അവർ പറയാ, ഓ നിങ്ങൾ യുവർ സോർ ലൂസ്, നിങ്ങൾ തോൽക്കുമ്പം പറയുന്ന കാര്യം, മറ്റേ നിങ്ങൾ എങ്ങനെ ഹിമാചലിൽ ജയിച്ചു, എങ്ങനെ കർണാടകയിൽ ജയിച്ചു, അങ്ങനെ പറയും. അപ്പോൾ ഇതൊരു ക്ലെവർ ടാക്ടിക് ആണ് ബേസിക്കലി ചില അപ്പം ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല, തോൽവി വിജയം. നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഇത് മാറ്റണം, ഈ മെഷീൻ മാറ്റണം. എന്തുകൊണ്ട് ചൈനക്കും ഞങ്ങളെ പോലത്തെ ജനസംഖ്യയുണ്ട്, ഇപ്പം ഞങ്ങൾ അവരാങ്കട്ടി കൂടിയിരിക്കുക, അവരെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് അമേരിക്ക ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് ഫ്രാൻസ് ഉപയോഗിക്കുന്നില്ല? നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അഡ്വാൻസ് ഡെമോക്രസീസ് ജർമ്മനി എല്ലാം അവർക്കൊരു നല്ല മെഷീൻ വന്നു കഴിഞ്ഞാൽ അവരുപയോഗിക്കും. ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇന്ന് എന്തുകൊണ്ടാണ് അമേരിക്ക, എന്തുകൊണ്ടാണ് ജപ്പാൻ, എന്തുകൊണ്ടാണ് ഫ്രാൻസ്, എന്തുകൊണ്ടാണ് ജർമ്മനി, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ രാജ്യങ്ങൾ ജനാധിപത്യം? ഇപ്പം നമുക്ക് ഞങ്ങളെ വെസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ, മലേഷ്യ, അവരാരും ഉപയോഗിക്കുന്നില്ലല്ലോ ഇത്. നമ്മൾ മാത്രം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് സമയം തന്നിട്ട് ഒരു 4 ദിവസം മുമ്പേ പത്രസമ്മേളനം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് നേതാവ് ദിഗ്വിജയ് സിംഗ്. ശരി, ഞാൻ ഷമയിലേക്ക് വരാം. PB ജിജീഷ്, ഇന്ന് EAS ശർമ്മ ആ കത്ത് പുറത്തുവിടുന്നതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കത്ത്. അതിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ EVMന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡിൽ 4 പേരെങ്കിലും BJP-കാരുണ്ടെന്നാണ്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ BLന്റെ വെബ്സൈറ്റിൽ ഡയറക്ടർമാരുടെ പേര് കൊടുത്തതിൽ ഒരാൾ താൻ BJPയുടെ രാജ്കോട്ട് ജില്ലാ പ്രസിഡന്റാണെന്ന് അതിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എങ്ങനെയാണ് EVM ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഡയറക്ടർമാരായിരിക്കുക എന്നൊരു നിർണായക ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൻ്റെ ആ ചോദ്യം ഉന്നയിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മാണത്തിലോ ഇതിൻ്റെ സാങ്കേതിക വിദ്യയിലോ സാങ്കേതിക പരിശോധനയിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു റോളുമില്ല എന്നിടത്താണ് ഈ ചോദ്യം പ്രസക്തമാവുന്നത്. ഇന്ന് ആ കത്ത് വായിച്ചപ്പോൾ ജിജീഷിന് എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ വരുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ എത്തിപ്പെടേണ്ട ഒരു ഇടമല്ല ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ നിഷ്പക്ഷത പാലിക്കേണ്ട, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല, അവിടെ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിനുള്ള സാധ്യത ഉണ്ട് എന്നത് തന്നെ വലിയൊരു ചോദ്യം നമ്മുടെ ഇലക്ട്രൽ പ്രോസസ്സിന് നേരെ ഉയർത്തുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇവിടെ നേരിട്ട് ഞാനിപ്പോ നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിന്റെ വിശ്വാസ്യതയോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഒരു പ്രശ്നത്തെയോ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ ഇലക്ട്രൽ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായകമാണോ എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടതെന്ന്. അത്തരത്തിൽ നമ്മുടെ ഒരു ഇലക്ഷൻ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിന് പകരം ആ വിശ്വാസ്യതയ്ക്ക് നേരെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന ഒരു ടെക്നോളജിയെ നമ്മൾ എന്തിന് പുൽകണം, അതെന്തിന് നമ്മൾ അതുമായി മുന്നോട്ട് പോകണം എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അഭിസംബോധന ചെയ്ത ഒരു ചോദ്യം തന്നെയാണിത്. അവിടെയെല്ലാം അവരുടെ രാഷ്ട്രീയ നേതൃത്വം കണ്ടെത്തിയ ഉത്തരം സർവപ്രധാനമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇലക്ഷന് വേണ്ടത് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെക്കാൾ മുമ്പേ
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്ന പല രാജ്യങ്ങളും, നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജികളുള്ള രാജ്യങ്ങൾ എല്ലാം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിച്ച് ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ജിജീഷന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇതിന്റെ സാങ്കേതിക വിദ്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു റോളുമില്ല. അത് വേറെ പരിശോധിക്കാൻ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റി തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഈ സോഴ്സ് കോഡുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അത് പരിശോധിക്കുന്നത് മറ്റു ചിലരാണ് എന്ന് വരുന്നു. ആ മറ്റു ചിലർ എന്ന് പറയുന്ന മറ്റ് സാങ്കേതിക വിദഗ്ധർ എന്ന് പറയുന്ന അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തോടുമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിരിക്കുകയും അത് നടത്താൻ വേണ്ടി ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവുകയും എന്നാൽ അതിൻ്റെ സാങ്കേതികമായ പ്രാക്ടിക്കലായ ലോജിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എക്സിക്യൂട്ടീവിൻ്റെ കീഴിലും വരുന്നു എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് എത്രമാത്രം സുതാര്യതയും വിശ്വാസ്യതയുമുണ്ട്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് എക്സിക്യൂട്ടീവ് വഴി തന്നെയായിരിക്കും നടപ്പിലാക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായ ഒരു സംവിധാനമാണ് എന്ന് പറയുമ്പോഴും ആ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കേണ്ടത് സാധാരണ ഗവൺമെന്റിന്റെ ഭാഗമായ എക്സിക്യൂട്ടീവ് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ നടക്കുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം, ഈ എക്സിക്യൂട്ടീവിന്റെ നടപടികൾ സുതാര്യമായ തരത്തിൽ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ, അത്തരത്തിലുള്ള ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ഇതിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്താൽ ആ ബാലറ്റിൽ നമ്മൾ വോട്ട് ചെയ്ത് ആർക്കാണെന്ന് വോട്ട് ചെയ്ത ആൾക്ക് മനസ്സിലാക്കാമെന്ന് മാത്രമല്ല, ഭാവിയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ആ ബാലറ്റ് പരിശോധിച്ച് നമുക്ക് വോട്ട് എണ്ണിയതിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് എല്ലാ കക്ഷികൾക്കും സ്വീകാര്യമായ തരത്തിൽ ഫിസിക്കലായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ബാലറ്റിന്റെ ഏറ്റവും വലിയ മേന്മ. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വോട്ട് ഞെക്കുമ്പോൾ കേൾക്കുന്ന ബീപ്പ് എന്ന് പറഞ്ഞൊരു ശബ്ദവും തെളിയുന്ന റെഡ് ലൈറ്റും അല്ലാതെ അതിന്റെ ഈ ഇൻപുട്ട് തന്നെയാണോ പുറത്തേക്ക് ഔട്ട്പുട്ടായി വരുന്നത് എന്ന് വെരിഫൈ ചെയ്യുന്നതിന് യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത്തരത്തിലൊരു വെരിഫിക്കേഷൻ നടക്കാതെ ഈ ഇലക്ഷൻ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇലക്ഷനെ സംബന്ധിച്ചോളം 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത്. ഒന്ന്, അതിന്റെ രഹസ്യാത്മക സ്വഭാവം, അതിന്റെ സീക്രസിയാണ്. അത് ബാലറ്റിൽ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വരുമ്പോൾ അതിനെ ഇപ്പൊ ആധാർ പോലെയുള്ള നമ്പറുകളുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് വോട്ടർ പ്രൊഫൈലിങ്ങിലുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കുന്നു. അതുകൂടാതെ തന്നെ ഇപ്പൊ തന്നെ ഈ ബൂത്ത് വൈസ് പ്രൊഫൈലുകൾ എടുക്കാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം വളരെ ലളിതമായി സാധിക്കുന്നുണ്ട്. അത് മറികടക്കാനായിട്ട് ചില രാജ്യങ്ങളിലൊക്കെ ടോട്ടലൈസർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കും. അതായത് പല ബൂത്തുകളിൽ നിന്നുള്ള മെഷീനിലെ വോട്ടുകൾ ഒരു ടോട്ടലൈസർ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനത്തിലേക്ക് ലിങ്ക് ചെയ്തിട്ട് അത് ഈ ടോട്ടലൈസറിൽ മൊത്തം വോട്ടുകളും കളക്ട് ചെയ്തതിന് ശേഷം മാത്രം എണ്ണുക. അങ്ങനെയാണ് ഈ പ്രാദേശികമായ പ്രൊഫൈലിംഗ് ഒഴിവാക്കുന്നതിന് ചിലയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുക. പക്ഷെ അത് ഈ മെഷീൻ സംവിധാനത്തിന്റെ സങ്കീർണത കൂട്ടുകയും അതിന്റെ വൾണറബിലിറ്റിക്കുള്ള സാധ്യതകൾ കൂടുതൽ തുറന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഫൈലിങ്ങിനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം അതിന്റെ ഒരു സുതാര്യതയാണ്. നമ്മൾ ചെയ്യുന്ന വോട്ട് ആർക്കാണെന്ന് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയും. മൂന്നാമത്തത് വിശ്വാസ്യത. ഈ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു തർക്കം ഉന്നയിക്കുന്ന അവസരത്തിൽ അവ എല്ലാവർക്കും ബോധ്യമാവുന്ന തരത്തിൽ നേരിട്ട് പരിശോധിച്ച് ഏതൊരു വോട്ടർക്കും ബോധ്യപ്പെടാൻ കഴിയുന്ന രീതിയിൽ അത് പരിശോധിക്കാൻ കഴിയും. ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ സാധ്യമാകണം. അപ്പോഴാണ് തർക്കങ്ങൾ ഇല്ലാതാവുക. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അത്തരത്തിലൊരു റീകൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു അസംബന്ധമാണ്. അങ്ങനെ ഒരു സാധ്യതയെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇല്ല. അതിന്റെ ഒരു പ്രശ്നം, ഇതിനുള്ളിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിന്റെ ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ആ ഇൻപുട്ട് എന്താണെന്ന് നമുക്ക് രേഖപ്പെടുത്തി വെക്കാനോ സംരക്ഷിക്കാനോ സാധിക്കില്ല. രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളിടത്ത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടിസ്ഥാനപരമായി ജനാധിപത്യം ആവശ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയ്ക്കും സുതാര്യതയ്ക്കും രഹസ്യാത്മകതയ്ക്കും വിരുദ്ധമാണ് ഇൻ പ്രിൻസിപ്പിൾ. അതിന് ബാക്കി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇതിന്റെ ഈ ജനാധിപത്യത്തിലെ വോട്ടെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാന സ്വഭാവത്തെ നിരാകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സംവിധാനത്തെ തള്ളിക്കളയണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ കൃഷ്ണദാസ്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കുക, തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ അതേക്കുറിച്ച് ആരോപണം ഉന്നയിക്കുക, ഇത് പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ BJP ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളോ അല്ല ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്.
മറ്റാളുകളാണ്. ഈ വിഷയം ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് EA ശർമ്മ. അദ്ദേഹം മുമ്പ് ഊർജ്ജ സെക്രട്ടറി ആയിരുന്നു കേന്ദ്ര സർക്കാരിൽ. അദ്ദേഹം ഇത് മുമ്പും പലവട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം EVM ആരുണ്ടാക്കുന്നു? അതൊരു പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ അതിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഡയറക്ടർ ബോർഡിൽ വരാമോ എന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അജിംസെ, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു ചർച്ചയുണ്ടാക്കാൻ നല്ലതാണ്. ആ തരത്തിലൊരു അഭിപ്രായം പറയാനുള്ള അവകാശം ഏതൊരാൾക്കുമുണ്ട്. സംശയം ഉന്നയിക്കാനുള്ള അവകാശം ഏതൊരാൾക്കുമുണ്ട്. ബഹുമാനപ്പെട്ട സൈബർ വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം രൂപീകരിക്കാനും പറയാനും അത് ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും ഒപ്പം തന്നെ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ അതിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഒക്കെയുള്ള അവകാശം ഏതൊരു പൗരനെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശം ആൾക്കുണ്ട്. അത് ചെയ്യാം, അതിൽ യാതൊരു തെറ്റും ഞാൻ കാണേണ്ടതില്ല. പിന്നെ അജിംസ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ ഡയറക്ടർ ബോർഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് അല്ലാട്ടോ കൃഷ്ണദാസ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. രണ്ട് കമ്പനിയാണ്. ഇലക്ട്രിക്കൽസ് അല്ല, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അല്ല. ഭാരത് ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇനി അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും ഇനി ഏത് സ്ഥാപനമാണെങ്കിലും അതൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് നാളിതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടർമാരെ നിയമിക്കാനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് അതാത് സർക്കാരുകളാണ് ആ ഡയറക്ടർ ബോർഡുകളിലേക്കുള്ള ആളുകളെ നിയമിക്കുന്നത്. അത് ഏത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ അതാത് ഭരിക്കുന്ന സർക്കാരുകൾ തന്നെയാണ് എല്ലാ സംസ്ഥാനത്തും. ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും ആ തരത്തിൽ തന്നെയാണ് അതിൻ്റെ ആളുകളെ നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ആ നിയമനം നടത്തുക. അല്ലാതെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളല്ലാതെ BJP ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരെ നിയമിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ BJPക്കാരെയും കോൺഗ്രസ്സുകാരെ നിയമിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നടക്കുന്ന കാര്യമാണോ? അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും, അവിടെ നടക്കുന്ന പ്രൊഡക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അതൊക്കെ ബാലിശമായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവസാനമായി തീരുമാനമെടുക്കേണ്ടത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാഭാവികമായും ആ വിഷയത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുക. അതിന് സർക്കാരുമായി യാതൊരു ബന്ധവും നിലവിലില്ല. പിന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അതിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിൻ്റെ അതാത് സംസ്ഥാനങ്ങളിൽ, അത് ഏത് സംസ്ഥാനത്ത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെയും അതാത് സ്ഥലങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർമാരെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ല. സെൻട്രൽ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും അടക്കമുള്ള ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും ഓരോരുത്തർക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് തീരുമാനമെടുക്കുന്നത് അതാത് സ്ഥലങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർമാരോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോ നടപ്പാക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അതെല്ലാം നടക്കുക. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായിട്ടുള്ള വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജിജീഷ് സൂചിപ്പിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമല്ല, എൻ്റെതായ ഒരു അഭിപ്രായം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം സൈബർ വിദഗ്ധനാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെക്നോളജിക്കൽ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാൻ പറ്റും. കോൺഗ്രസിൻ്റെ വക്താവ് സൂചിപ്പിച്ചത് ആ വോട്ടിംഗ് മെഷീൻ ഹൈജാക്ക് ചെയ്യാൻ മീൻസ് അതിൽ ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേഷൻ നടത്താൻ, പിന്നീട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാമാണ്. എനിക്ക് അവരോട് ഹൈജാക്ക് ആണെങ്കിലും അത് ഹാക്കിംഗ് ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും വോട്ടിംഗ് മെഷീനുകൾ നമ്മുടെ രാജ്യത്ത് കട്ടുകൊണ്ടുപോയിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ എത്രയോ തവണ തെരഞ്ഞെടുപ്പ് ബൂത്തുകൾക്കെതിരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങളാണെങ്കിൽ പോലും ഇനി അതിൽ ഹാക്കിംഗ് ആണെങ്കിലും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എനിക്ക് ബഹുമാനപ്പെട്ട ജിജീഷ് അടക്കമുള്ളവരോട് ചോദിക്കാനുള്ളത്, അത് ഈ സിസ്റ്റത്തിൽ മാത്രമല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് മേഖല പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ഓൺലൈൻ മീഡിയ പ്രവർത്തിക്കുന്നുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളിലാണ് ഏതാണ്ട് എല്ലാ ഇക്കണോമിക് ഇടപാടുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നല്ലൊരു ശതമാനവും ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പം നമ്മളുടെ സിസ്റ്റങ്ങളെ, നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ ഭാഗമായി നടക്കുന്ന മാറ്റങ്ങളും
അതിനെ എല്ലാം തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്യാം, ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ ATMകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. ആ തരത്തിലുള്ള നടപടികൾ ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ചെയ്യില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അതല്ല, അതിന്റെ സുതാര്യത വരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ, അത് നടത്താനുള്ള ഉത്തരവാദിത്വവും അവകാശവും ഇലക്ഷൻ കമ്മീഷനാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കും. അവിടെയാണ് കൃഷ്ണദാസന്റെ ചോദ്യം. ഒറ്റ നിമിഷം സുതാര്യതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ സുതാര്യതയിൽ ആദ്യമായി സംശയം ഉന്നയിക്കുന്നത് കോൺഗ്രസ് അല്ല, സൈബർ വിദഗ്ധരല്ല, മറ്റാരുമല്ല. ആ സുതാര്യതയിൽ സംശയം ഉന്നയിച്ചത് BJPയുടെ MP ആയിരുന്ന GVL നരസിംഹറാവു എന്നയാളാണ്. അദ്ദേഹം ഇപ്പോഴും മുമ്പ് BJPയുടെ വക്താവായിരുന്നു, ഇപ്പോഴും BJPക്കാരനാണ്. ആ വിഷയം പാർലമെന്റിൽ ആദ്യമായി ഉന്നയിക്കുന്നത് LK അഡ്വാണിയാണ്. ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്നൊരു പുസ്തകം BJP ഇതേക്കുറിച്ച് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അത് സുതാര്യമല്ല എന്ന് ഉന്നയിച്ചതാണ്. അന്നത്തെ ആ സുതാര്യതയില്ലായ്മ ഇന്നുമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഒരു കൺസേണുമില്ല, ഒരു ആശങ്കയുമില്ല, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമില്ല. എന്തുകൊണ്ട്? അതങ്ങനെയല്ല ആജംസേ. ആ കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസും ചെയ്തത്, പ്രതിപക്ഷ പാർട്ടികളും ചെയ്തത്. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെ സംബന്ധിച്ച് ഭരണപക്ഷം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ? അത് കേന്ദ്രമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റംസും അറേഞ്ച് ചെയ്യുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റുമായിട്ടല്ല ഈ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രോസസ് അല്ല എന്റെ ക്വസ്റ്റ്യൻ EVM-നെ കുറിച്ചാണ്. EVM-ന്റെ കസ്റ്റോഡിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഞാൻ വരട്ടെ. അല്ല, ഞാൻ അതിന്റെ ലോജിസ്റ്റിക്സ് അല്ല പ്രശ്നം, അതിന്റെ സാങ്കേതിക വിദ്യയാണ് പ്രശ്നം. ഞാനത് പറയാതെ പോവില്ല ജിംസെ, ഞാനത് പറഞ്ഞിട്ട് തന്നെ പോകും. ഞാനത് പറയാൻ വന്നപ്പോഴാണ് അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി വന്നത്. ശ്രീ ജിജീഷ് അടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഹാക്കിംഗ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ EVM ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ തെറ്റുണ്ടാവാം, അതിൽ ഏതെങ്കിലും അപാകതകൾ ഉണ്ടാവാം, പാകപ്പിഴകൾ ഉണ്ടാകാം. EVM ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും തരത്തിലൊരു മാനിപ്പുലേഷൻ നടന്നിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പമുണ്ടായി എന്നിരിക്കുക, അത് BJP അടക്കമുള്ള പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു പ്രോസസ്സ് നടക്കുന്നതിൽ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോടതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രോസസ്സിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് അത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നറിയാൻ പിന്നീട് ഒരു പരിശോധന ആവശ്യം വന്നാൽ അത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഹൈദരാബാദിലെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സിസ്റ്റത്തിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള നടപടികളും ഡീകോഡ് ചെയ്തുകൊണ്ട് അത് ആർക്ക് വോട്ട് ചെയ്തു എന്ന് പിന്നീട് കണ്ടുപിടിക്കാനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അതറിയാത്തവരല്ല ഈ ഇരിക്കുന്ന നമ്മുടെ പാനലിൽ പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും. ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കെല്ലാം അതിനെക്കുറിച്ച് ധാരണയുണ്ട്. അങ്ങേക്ക് ധാരണക്കുറവുണ്ട്. ഹൈദരാബാദിലെ ലാബോറട്ടറി EVM മെഷീൻ പരിശോധിച്ചത് ഒറ്റത്തവണയാണ്. അതായത് ഇതിനു മുമ്പ് നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരു MLA സംശയം ഉന്നയിച്ചു. പക്ഷെ അവിടെ EVM പരിശോധിച്ചത് ഏത് വിദഗ്ധരാണെന്നറിയാമോ? അത് സൈബർ ഫോറൻസിക് വിദഗ്ധരല്ല അത് പരിശോധിച്ചത്, ബാലിസ്റ്റിക് വിദഗ്ധരാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കോടതിയിൽ ബാലിസ്റ്റിക് വിദഗ്ധരുടെ റിപ്പോർട്ടാണ് കോടതിയിൽ വന്നത്. അല്ല, എന്നെ ഒന്ന് പറയാൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ വശം ഞാൻ പൂർത്തിയാക്കാം. അങ്ങേക്ക് അതിനുശേഷം കൂട്ടിച്ചേർക്കുകയോ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അതിനകത്ത് എനിക്ക് യാതൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞത് നമ്മളുടെ EVM മെഷീനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങളടക്കമുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം അതിൽ ഏതെങ്കിലും സംശയം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്നാൽ, ഒരു സംസ്ഥാനത്ത് വന്നാൽ, ഒരു വോട്ടിംഗ് പ്രോസസ്സിൽ വന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അത് പരിശോധിക്കാനുള്ള അവസരമുണ്ട്, അത് ഡീകോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്, അതിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് വിദഗ്ധരെ വഴി പരിശോധിച്ച് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം EVM മെഷീനിൽ തന്നെയുണ്ട്. പിന്നെ വോട്ട് വീണ്ടും റീകൗണ്ട് ചെയ്യാനുള്ള അവസരമില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഒരു മണ്ഡലത്തിൽ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടാൽ, റീകൗണ്ടിങ് നടത്തുന്ന പ്രോസസ്സ് ഉണ്ടായാൽ അത് റീകൗണ്ട് ചെയ്യാനുള്ള സംവിധാനം മെഷീനിൽ തന്നെയുണ്ട്. റീകൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാന റീകൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വോട്ടെണ്ണം നോക്കുന്നതല്ല പ്രശ്നം. ആർക്ക് വോട്ട് ചെയ്തെന്ന് നോക്കാൻ പറ്റില്ല, ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് പറ്റും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞത് അത് പറ്റും. അത് ഡീകോഡ് ചെയ്യാനുള്ള, ഓരോ മെഷീനിലെയും വോട്ടുകൾ ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഡീകോഡ് ചെയ്ത് പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ കഴിയും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യമാണെന്ന് വന്നാൽ അത് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
EVM മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലാണല്ലോ ആദ്യമായി 1982 പറവൂർ മണ്ഡലത്തിലെ 50 ബൂത്തുകളിൽ ഇത് ആദ്യമായി പരീക്ഷിക്കുന്നത്. അതിനുശേഷം എത്രയോ ഘട്ടങ്ങൾ കടന്നു വന്നു. 2011 അതിൽ VVPAT-ലേക്ക് കടന്നു വന്നതാണെങ്കിലും പിന്നീട് VVPAT-ന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള VVPAT-കളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ വീണ്ടും കറസ്പോണ്ടിംഗ് ചെക്കിംഗ് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും അതെല്ലാം പലപ്പോഴും പല ഘട്ടങ്ങളിലായി കോടതികളുടെ ഇടപെടലുകളുടെ ഭാഗമായി നടന്നിട്ടുണ്ട്. അത് വീണ്ടും നടത്തുന്നതിൽ തെറ്റില്ല. ഇനി ഈ സിസ്റ്റം അങ്ങനെ തന്നെ മാറ്റണമെങ്കിൽ, ഇതെല്ലാം പഴയതുപോലെ തന്നെ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ ഇതിനിവിടെ ആരെങ്കിലും തടസ്സമുണ്ടോ? അത് എന്നോട് ചോദ്യം ചോദിച്ച് BJPക്ക് എന്തോ തടസ്സമുണ്ട് എന്ന് വരുത്താൻ അജിംസ് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഈ പാനലിൽ പെട്ടുള്ള ആരെങ്കിലും ശ്രമിച്ചാൽ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് മോഡാണോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അത് ബാലറ്റ് പേപ്പർ ആണെങ്കിൽ ബാലറ്റ് പേപ്പർ, അത് വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ വോട്ടിംഗ് മെഷീൻ, ഇനി വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ആണെങ്കിൽ ആ മെത്തേഡ് അനുസരിക്കുക, അംഗീകരിക്കുക, അതുമായി മുന്നോട്ട് പോവുക എന്നതാണ് ജനാധിപത്യ പാർട്ടികളുടെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. BJPയുടെ നിലപാടാണ് ശ്രീ കൃഷ്ണദാസ് ചോദിക്കുന്നത്. അതായത് വോട്ടിംഗ് മെഷീനിന്റെ സുതാര്യതയില്ലായ്മയെ കുറിച്ച് ആദ്യം സംശയിച്ചത് നിങ്ങളാണ്. ഒരു നിമിഷം, അതിനുശേഷമാണ് VVPAT ഒരു നിശ്ചിത ശതമാനം എണ്ണുന്ന സമ്പ്രദായം വന്നത്. ഒരു നിമിഷം ഈ VVPAT-ന്റെ ഒരു നിശ്ചിത ശതമാനം എണ്ണുന്നതോടുകൂടി സുതാര്യത വന്നു എന്ന നിലപാട് BJPക്കുണ്ടോ? അത് നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി EVM-നെ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അതിൽ LK അഡ്വാണിയുടെ കാലത്തിൽ നിന്ന് നിങ്ങൾ നിലപാട് മാറ്റിയോ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ നിലപാട് മാറ്റുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ. നിലപാട് മാറ്റുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. BJP ഒരു അഭിപ്രായം പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായം മാറ്റോ? ഇല്ലല്ലോ. അല്ല, നിങ്ങൾ അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് VVPAT വന്നത്. LK അഡ്വാണി പാർലമെന്റിൽ ആവശ്യം ഉന്നയിച്ചതിന് ശേഷമാണ് VVPAT വന്നത്. VVPAT വന്നതോടുകൂടി ഇതിന്റെ സുതാര്യതയില്ലായ്മ നിങ്ങൾ പരിഹരിച്ചു. നിങ്ങൾ അതിൽ സംശയമൊന്നുമില്ലാതായോ എന്നാണ് എന്റെ ചോദ്യം. അജിംസെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജികൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് 2023 നവംബർ മാസത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ സൂചിപ്പിച്ചത്? VVPAT എണ്ണുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറസ്പോണ്ടിങ് ചെക്കിംഗ് എന്നുള്ളത്, ആ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് VVPAT-ന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ സിസ്റ്റം കുറച്ചുകൂടി സുതാര്യത വരുത്തണം എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാലാകാലങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട കോടതികളിൽ, അത് പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സംഘടനകളാണെങ്കിലും ആരാണെങ്കിലും, അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതികൾ ഇറക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് മാനദണ്ഡമാണോ ആ കാലഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് അതിനെ അംഗീകരിച്ചും അനുസരിച്ചും പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് കഴിയൂ. അത് BJPയെ സംബന്ധിച്ച് മാത്രമേ കഴിയൂ. അത് ആരുണ്ടാക്കിയെന്നോ ആര് നടത്തുന്നു എന്നോ. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നു, അതിനുശേഷം VVPAT വന്നു, നിങ്ങളുടെ സംശയം ദൂരീകരിക്കപ്പെട്ടോ? നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണോ EVM-ൽ എന്നാണ് എന്റെ ചോദ്യം. അജിംസെ, അതാ ഞാൻ എൻ്റെ വ്യക്തമായ സുചിന്തിതമായ അഭിപ്രായം ഞാൻ പറഞ്ഞത്. VVPAT കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ VVPAT തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരിധിവരെ അംഗീകരിച്ചു. മുഴുവൻ വോട്ടുകൾക്കുമല്ലല്ലോ, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ എന്നുള്ള നിലക്ക് ഇത്ര വോട്ടിന് ഇത്ര കറസ്പോണ്ടിങ് ആയിട്ട് VVPAT എന്നുള്ള നിലക്ക് അംഗീകരിച്ചു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തരാണോ, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അതാ ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നതിന് അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയൂ. അല്ലാതെ BJP ഒരു ആവശ്യം ഉന്നയിച്ചു, അതുകൊണ്ട് അത് നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കില്ല, പ്രതിപക്ഷ കക്ഷികൾ വോട്ട് ചെയ്യില്ലെന്നോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ആ സംശയമുണ്ടോ? അതല്ല നിങ്ങൾ പൂർണ്ണമായി സംശയമുക്തരായി ഈ സിസ്റ്റത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആ സിമ്പിൾ ക്വസ്റ്റ്യനുള്ള എൻ്റെ സിമ്പിൾ ആൻസറാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഏത് പ്രോസസ്സാണോ അക്സെപ്റ്റ് ചെയ്ത് അത് നടപ്പാക്കാൻ വേണ്ടി ആലോചിക്കുന്നത് അതിനൊത്തുപോവുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയൂ. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം, അത് തന്നെയാണ് നടപ്പാക്കാൻ വേണ്ടി കഴിയുക. ഇനി അതിൽ കമ്മീഷൻ കൊണ്ടുവന്നാൽ സംശയമില്ലാതായോ അതോ സംശയമുണ്ടെന്നാ ചോദ്യം. നിങ്ങൾ അംഗീകരിക്കുന്നോ അതിനെ ഫോളോ ചെയ്യുന്നോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതിലുള്ള സംശയം ദൂരീകരിക്കപ്പെട്ടോ? ഇവിടെ എന്തിനാണ് സംശയം അജിംസെ? സംശയം LK അഡ്വാണിക്ക് ഉണ്ടായിരുന്നു, GVL നരസിംഹറാവുവിന് ഉണ്ടായിരുന്നു, BJPക്ക് ഉണ്ടായിരുന്നു സംശയം. പാർലമെന്റിൽ രേഖപ്പെടുത്തപ്പെട്ട സംശയമാണ്.
ആ സംശയമാണല്ലോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദൂരീകരിക്കപ്പെട്ടത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോഴല്ലല്ലോ പറയേണ്ടത്. അതിൽ എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോഴല്ലേ. അങ്ങനെ തർക്കമുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഏത് പ്രതിപക്ഷ പാർട്ടികൾക്കും ഏതൊരു പൗരനും ഏതൊരു വോട്ടർക്കും അതിനെ ചോദ്യം എന്നൊരു നിലപാടാണ് കൃഷ്ണ മുഹമ്മദ്. ഇവിടെ ഒന്ന് സോഴ്സ് കോഡ് പ്രസിദ്ധപ്പെടുത്തുന്നില്ല. അതായത് ഈ EVM മെഷീൻ്റെ ബ്രെയിൻ എന്ന് പറയാം, തലച്ചോറ് എന്ന് പറയാം, ഒന്ന് സോഴ്സ് കോഡ് എന്താണെന്ന് അറിയില്ല. സോഴ്സ് കോഡിൽ എങ്ങനെയാണ് ആ മെഷീൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അതായത് അതിൽ ഒരു ബട്ടണിൽ വിരലമർത്തുമ്പോൾ ആ യന്ത്രം എന്ത് ചെയ്യണം എന്ന നിർദ്ദേശമാണ് അതിലുള്ളത് എന്നുള്ള കാര്യം ആർക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ EVM മെഷീൻ്റെ സാങ്കേതിക പരിശോധന നടത്തുന്ന ടെക്നിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റി, ആ ടെക്നിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റി നേരിട്ട് ഈ സോഴ്സ് കോഡ് പരിശോധിക്കുന്നുണ്ടോ? വിവരമില്ല. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ സാങ്കേതിക മെയിൻ്റനൻസ് ജോലികൾ ചെയ്യുന്നവർ ആരാണ്? ആ ഉദ്യോഗസ്ഥർ ആരാണ്? ഈ മെഷീനുകൾ ആരാണ് പ്രിപ്പയർ ചെയ്ത് പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത്? അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പങ്ക് എത്രത്തോളമാണ്? ഇതിനൊന്നും നമുക്ക് ഉത്തരമില്ല. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിൽ മുമ്പ് GVL നരസിംഹറാവു സൂചിപ്പിച്ചതുപോലെ ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ എന്നാണ് എങ്കിൽ അതുതന്നെയല്ലേ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? US അസിസ്റ്റന്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ടോം ഹിക്സിനോട് ചോദിച്ചു ഇലക്ഷൻ കമ്മീഷൻ്റെ, എന്തുകൊണ്ട് അമേരിക്കൻസ് ഇത് ഉപയോഗിക്കുന്നില്ല? ബിക്കോസ് എല്ലായിടത്തും അമേരിക്കൻസ് മെഷീൻസാണ്, ബാങ്കിങ് ആയാലും സ്കൂളിംഗ് ആയാലും എന്തായാലും അവർ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന് വോട്ടർ പ്രിഫറൻസ്, വോട്ടേഴ്സിന് ഇഷ്ടമല്ല ഈ മെഷീൻ, എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല. മറ്റേത് അദ്ദേഹം പറഞ്ഞു സുരക്ഷയില്ല, ബിക്കോസ് മെഷീൻസ് ക്യാൻ ബി ഹാക്ഡ്. അദ്ദേഹം പറഞ്ഞല്ലോ BJPയുടെ പ്രതിനിധി, ബാങ്കിങ്ങിൽ ശരിയാ, ബാങ്കിങ്ങിൽ ഹാക്ക് ചെയ്യുമ്പം ഒരു മറുപടി കിട്ടും. അതിൻ്റെ ഇപ്പം എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ്ലി ബാങ്ക് അക്കൗണ്ട് പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നെറ്റ് ബാങ്കിങ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഫോണിലെല്ലാം ഒരു പാസ്വേഡ് വരും, ആ പാസ്വേഡ് ഇടണം. അതുകൊണ്ട് ഇപ്പം ഹാക്കിങ് വളരെ കുറഞ്ഞിരിക്കുക. പക്ഷേ ഇവിടെ ഈ മെഷീനിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയുന്നില്ല. ഞാനൊരു ബട്ടൺ പ്രസ് ചെയ്തു, പക്ഷേ ഈ ബട്ടൺ എന്താന്ന് അന്നേരം ഒരു കളർ വരും. പക്ഷെ അത് എന്തായാലും ഒരു വേറെ കമ്പ്യൂട്ടർ പുറത്ത് വെച്ചിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും, അത് ഷുവറാണ്. അത് ദർ ഇസ് നോ ഡിനൈങ് ദാറ്റ് അത് ഹാക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം, അത് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. VVPAT എല്ലാത്തിനും പുറത്തെടുക്കാം, അവരെ വോട്ട് ചെയ്യുന്ന തരുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുക്കാം, എന്നിട്ട് അവിടെ ഒരു ബാലറ്റ് ബോക്സ് ഉണ്ടാവില്ല, ആ ബോക്സിൻ്റെ അകത്ത് ഇടാം. അപ്പം നിങ്ങൾക്ക് അതും ടാലി ആയില്ലേ. ഇപ്പം ഇതിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ബാലറ്റ് ബോക്സ് തുറന്നിട്ട് നമുക്ക് ഇതാക്കാം. പക്ഷെ അവർ തയ്യാറല്ല ഇതിനൊന്നിനും. ഇപ്പം എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഈ ഛത്തീസ്ഗഡിൻ്റെ തെരഞ്ഞെടുപ്പ് ഫോർ എക്സാമ്പിൾ, എല്ലാ സർവേയും ഞാൻ പറയുന്നത്, ഒരു സർവേ ഉണ്ടായിട്ടില്ല ഞങ്ങൾ തോക്കുന്നത്, 200% ജയിക്കുന്നതായിരുന്നു. അപ്പോൾ അതെങ്ങനെ തെറ്റി? അപ്പം കുറേ കാര്യങ്ങളുണ്ട്. മധ്യപ്രദേശിൽ എന്നോട് പറഞ്ഞു ഒരു MLAയുടെ അവിടെ ഷുവറായിട്ട് 300 പേര് വോട്ട് ചെയ്യുന്നുണ്ട്, ഷുവർ. അവരെ സ്വന്തം ഫാമിലി, അതുവരെ അദ്ദേഹത്തിന് കിട്ടിയില്ല, ആ നമ്പർ കിട്ടിയില്ല, അവിടെ കിട്ടുന്ന 50. മനസ്സിലായില്ല? അതാണ് പ്രശ്നം. അവർക്ക് അറിയുന്ന വോട്ടുണ്ട്, ആ വോട്ട് വരെ ഇല്ല, പക്ഷെ 50 കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നാ എന്നോട് ചോദിച്ചത്. കുറേ പേര് വേറെ സംസ്ഥാനത്തിന് ചോദിച്ച കാര്യം ഇത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊന്നും അറിയില്ല, കേന്ദ്ര സർക്കാരിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര വിശ്വാസം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഒന്ന് നരേന്ദ്രമോദിയുടെ സമയത്ത് കഴിഞ്ഞ കൊല്ലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ PMOയിൽ വിളിച്ചിരിക്കുക, ചീഫ് ഇലക്ഷൻ ഓഫീസർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ PMO വിളിക്കില്ല, ബിക്കോസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, വിളിക്കാൻ പാടില്ല. എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ച്? അവിടെയും നിങ്ങൾ മാറ്റം വരുന്നുണ്ട്. വേറൊരു ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലീഡർ ഓഫ് ലോക്സഭ, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ലോക്സഭയിൽ, മൂന്നാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ 3 വേറെ വോട്ടായിരിക്കും. ചീഫ് ജസ്റ്റിസിന് ഒരു വോട്ടുണ്ട്, ലീഡർ ഓഫ് ഓപ്പോസിഷന് ലോക്സഭ വോട്ടുണ്ട്, ഞങ്ങളെ പ്രധാനമന്ത്രിക്ക് വേറെ വോട്ട്. ചിലപ്പം ഇത് രണ്ടുപേര് സെയിം ആയിട്ട് വോട്ട് ചെയ്യും, ഒരാൾ വേറെ ആയിട്ട് വോട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ചിലപ്പമുള്ള. പക്ഷേ ഒരു ബില്ല് കൊണ്ടാന്നോ കഴിഞ്ഞ മൺസൂൺ സെഷനിൽ, അതെന്തായിരുന്നു ആ ബില്ല്? അല്ല, മൺസൂൺ സെഷനില്ല, ഡിസംബറിലുള്ള സെഷൻ, വിൻ്റർ സെഷനിൽ. ആ ബില്ലിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആ ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടുന്ന്, എന്നിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കി. അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്ററും പ്രധാനമന്ത്രിയുടെ വോട്ട് ഒന്നായിരിക്കും. 2 മറ്റേ ലീഡർ ഓഫ് ഓപ്പോസിഷന് വേറെ. അപ്പോൾ 2:1 ആയി. അപ്പം എപ്പോഴും ഇനി തൊട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ
സെൻട്രലിൽ നിൽക്കുന്ന സർക്കാർ അത് BJP. നിങ്ങൾക്ക് ഇത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇൻഡിപെൻഡൻസും സ്വാതന്ത്ര്യവും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു? എന്തുകൊണ്ട് ചെയ്തു? ബിക്കോസ് അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൺട്രോൾ ചെയ്യണമല്ലോ, എന്നാലല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അത് നിങ്ങൾ ഡിനൈ ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൽ ഇലക്ഷന് ശേഷം, വോട്ടിങ്ങിൻ്റെ ശേഷം സ്ട്രോങ് റൂമിൽ നമ്മളെല്ലാം കണ്ടതാണ് TV-യിൽ, സ്ട്രോങ് റൂമിൽ തുറന്നിട്ടുണ്ട് ആൾക്കാർ മെഷീൻ മാറ്റാം. അതെങ്ങനെ പറ്റുന്നത്? ആരാ അവർക്ക് അനുവാദം കൊടുക്കുന്നത്? അപ്പം ഞങ്ങൾ ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് ഇമ്മീഡിയറ്റ്ലി പരാതി കൊടുത്തു. അപ്പം ഇതിൻ്റെ ഒന്നും മറുപടി നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു റീകൗണ്ടിങ് ഈസ് പോസിബിൾ. ഡീകോഡോ എന്തോ ഒരു ഡീകോഡിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം പറയും, എന്തെല്ലാം ഞാൻ കേൾക്കാത്ത വിഡ്ഢിത്തര ഇവിടെ വന്ന് പറയുന്നത്. ഇതിൽ ഈ മെഷീനിൽ റീകൗണ്ടിങ് ഒന്നും പോസിബിൾ അല്ല. അതിൽ വന്ന പോലെ അജിംസ് പറഞ്ഞ പോലെ ഏത് പേര് അവിടെ അവർ കാണിക്കുന്ന അങ്ങനെയാണ് പോസിബിൾ. ഒരു ഡീകോഡിങ് ഒന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് വേണം. ഇതിലുള്ളത് മെയിനായിട്ട് VVPAT. ഈ VVPAT എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ 20% VVPAT കൗണ്ട് ചെയ്യുന്നുള്ളൂ, എല്ലാം എടുക്കൂല. അപ്പം നോക്കും, ഇത് കുറച്ച് ഞങ്ങൾ കൗണ്ട് ചെയ്തു, തീർന്നു. അത് പറ്റില്ല. ഇനി തൊട്ട് എല്ലാ VVPAT-ഉം കൗണ്ട് ചെയ്യണം. അതെന്തുകൊണ്ട് നിങ്ങൾ മാറ്റില്ലെന്നില്ല? അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓൾറെഡി മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ മറുപടി ഇന്ന് എന്നോട് പറയണം, എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കിയത്? ബിക്കോസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടതുകൊണ്ട്. എന്നിട്ട് പറയും, എന്നിട്ട് അവിടുന്ന് പറയും നമുക്കൊന്നും അറിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇത് ED ഒരു അന്വേഷണം ചെയ്യുന്ന പോലെ. നമുക്കൊന്നും അറിയില്ല, ED അവർ ചെയ്യുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഇതിൽ ED ചെയ്യുന്ന. ED-നെ ആരയക്കുന്നത്? സർക്കാർ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരയക്കുന്നത്? സർക്കാർ. NIA എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ NIA ഞങ്ങളെ സ്റ്റാൻ സ്വാമിൻ്റെ മേലെ ജയിലിലിട്ട് നമ്മൾ കണ്ടതല്ലേ ആ പാതിരിനെ. NIA-നെ ആരയക്കുന്നത്? സർക്കാർ. അപ്പം സർക്കാർ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവിധ ജനാധിപത്യം എങ്ങനെയാണ് തകർക്കണ്ടേ അത് തകർക്കും. ഞങ്ങൾക്ക് ജയിക്കണം, നമുക്ക് വിജയമാണ്. അപ്പോൾ അതിന് അവരെന്തും ചെയ്യും, അത് ഏത് മെത്തേഡായാലും അവർ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കോഡ് ഓഫ് കണ്ടക്ട് വയലേറ്റ് ചെയ്തു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ട് ചെയ്തതിന് ശേഷം, അതിന് ശേഷം പ്രധാനമന്ത്രി പ്രൊസഷൻ ചെയ്യാൻ പാടില്ല. പ്രധാനമന്ത്രി പ്രൊസഷൻ ചെയ്തിട്ട് ഇങ്ങനെ അത് വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റാണ്. പക്ഷെ അതിനൊരു പ്രശ്നം ഞങ്ങൾ പോയി പരാതി പറഞ്ഞാൽ അതിനൊന്നും പ്രശ്നമില്ല. പ്രധാനമന്ത്രി നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കേദാർനാഥിൽ പോയി അവിടെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ TV ക്യാമറ എല്ലാം ഉണ്ടായിട്ട് ടെലിവിഷനിൽ കാണിക്കുന്നു. അത് പാടില്ല. അതും വോട്ടറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്. ഞങ്ങൾ അന്നേരം പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളെ സൈഡിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞു പ്രധാനമന്ത്രിൻ്റെ എന്തെങ്കിലും പേര് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും ഇവിടെ നമുക്കൊരു മറുപടി വേണം, അല്ലെങ്കിൽ നമ്മൾ നടപടി എടുക്കുമെന്ന്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ ഇൻഡിപെൻഡൻ്റ്? ഇപ്പം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോക്കറ്റ് ആക്കിയല്ലോ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം എൻ്റെ ഇതിൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയും എത്രയും വേഗം ബാലറ്റ് ബോക്സ് തിരിച്ചു പോകണം. എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം അമേരിക്കൻ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞ പോലെ. അപ്പം വേറൊരു കാര്യം, ഈ മെഷീനിന് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാൻ നല്ല പൈസ വേണം. ബിക്കോസ് മെഷീൻസും അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. ഇപ്പം ഏത് മെഷീനായാലും, ഒരു ATM മെഷീനായാലും അത് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഈ മെഷീൻ അപ്ഗ്രേഡ് ചെയ്യാൻ പൈസ വേണം. അതാണ് വേറെ കാര്യം അമേരിക്കയിൽ അവർ ഉപയോഗിക്കാത്തത്. അപ്പം ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് എല്ലാം മെച്യൂർ ഡെമോക്രസി ഉപയോഗിക്കാത്ത കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അന്ന് LK അഡ്വാനിയോ GVL നരസിംഹം പറയുന്നത് കേൾക്കാത്തത്? അത് കേൾക്കില്ല അവർ. ബിക്കോസ് അവർക്ക് ബൈ ഹുക്ക് ഓർ ബൈ ക്രുക്ക് വി നീഡ് ടു വിൻ ദി ഇലക്ഷൻ, അത്രയേ ഉള്ളൂ. എല്ലാം നിങ്ങൾ നോക്കിയ സർവീസ് വരുമ്പം വേറെ ആയിരിക്കും, ജയിക്കുമ്പോൾ വേറെ ആളായിരിക്കും. ബിക്കോസ് അവരതാണ് അവര് മെയിൻ ഇത്. അതുകൊണ്ടാണ് അവർക്ക്. ശ്രീ PB ജിജീഷ്, ഈ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കഴിഞ്ഞ 2019 നമ്മൾ കണ്ടതാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നതാണ്, എവിടെയെങ്കിലൊക്കെ വോട്ടിംഗ് മെഷീൻ സ്വകാര്യ വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടു പോകുന്നത്, സ്ട്രോങ് റൂമുകൾ തുറന്ന് പോകുന്നത്, അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ നിന്ന് EVM-കൾ കണ്ടെത്തുന്നത്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അസമിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനക്കൂട്ടം ഒരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുമ്പോൾ അത് BJP MLA-യുടെ വാഹനമാണ്, സിറ്റിംഗ് MLA-യുടെ വാഹനം. ആ വാഹനത്തിൽ നിന്ന് EVM മെഷീനിൽ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രിയങ്ക ഗാന്ധി പരാതി കൊടുത്തു. അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി ഇതാണ്. അതായത് പോകുന്ന വഴിക്ക് വാഹനം കേടായി, അപ്പോൾ കണ്ണി കണ്ട ഒരു വാഹനത്തിൽ കൈനീട്ടി കയറി പോയതാണ്, അത് BJP MLA-യുടെ വാഹനമാണെന്ന് അറിഞ്ഞില്ല എന്നൊരു മറുപടിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അപ്പോൾ
യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? ഇവർ ഇലക്ഷൻ തോക്കുക, അത് ചില സംസ്ഥാനങ്ങളൊക്കെ അവർ ജയിക്കും, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോക്കും. സംസ്ഥാനങ്ങളിൽ ജയിച്ചാൽ തൊട്ടടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ സീറ്റും തൂത്തുവാരിക്കളയും കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എന്നൊക്കെ വരികയാണ്. ഈ ജനങ്ങൾക്ക് ഇതിലൊരു വിശ്വാസ്യത കൊണ്ടുവരാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിപക്ഷം അങ്ങനെ തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ അതിനു മുമ്പായിട്ട് ഇവിടെ BJP പ്രതിനിധി പറഞ്ഞത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിച്ചാൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും മൗലികമായ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീക്രട്ട് ബാലറ്റ്. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, നമ്മുടെ ഹിതം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വമോ ആരുമോ അറിയരുത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന ആയിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായി ആർക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇലക്ട്രോ വോട്ടിംഗ് മെഷീനിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെയാണ് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താണ് അങ്ങ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ചലഞ്ച് ചെയ്യുന്ന പ്രോസസ്സിൽ, അതായത് ഇലക്ഷൻ പ്രോസസ് ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ, ഒരു ഇലക്ഷൻ പെറ്റീഷൻ വരുമ്പോൾ അതിൽ കോടതിക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് ഞാൻ ഇലക്ഷൻ ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം എന്ന് എടുത്തു പറഞ്ഞത്. അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇലക്ഷൻ ചലഞ്ച് ചെയ്യുമ്പോഴും ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അറിയാൻ കഴിയില്ല കൃഷ്ണദാസ്. ഇലക്ഷൻ ചലഞ്ച് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അതറിയാൻ കഴിയില്ല. ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തത്, ഒരു നിമിഷം, ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഏതെങ്കിലും ഏജൻസി, കോടതിയോ അല്ലെങ്കിൽ സൈബർ ഫോറൻസിക് വിദഗ്ധരോ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ഷന്റെ സ്വകാര്യതയിൽ എന്താണുള്ളത്? അങ്ങനെയല്ല അജിംസെ, അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംസാരിച്ചിട്ട് കാര്യമില്ല. വോട്ടിന്റെ എണ്ണത്തെ കുറിച്ചല്ലേ, വോട്ടിന്റെ എണ്ണത്തെ കുറിച്ചല്ലേ, അങ്ങനെയല്ലെന്ന് നിങ്ങൾ അറിയാത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മെഷീൻ റിഗ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ ചലഞ്ച് വരിക? സംസാരിക്കാമെങ്കിൽ പറയാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു മെഷീനിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ജിജീഷ് കണ്ടിന്യൂ പ്ലീസ്. തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ജിജീഷ് പറയും പ്ലീസ്. ചാലഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും ആർക്ക് വോട്ട് ചെയ്തു എന്ന് തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ ബാലറ്റിലാണെങ്കിൽ അല്ല ജിജീഷ് കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. കൃഷ്ണദാസ് അങ്ങ് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലറ്റ് പേപ്പർ ഏതാണെന്ന് എങ്ങനെ അറിയും? ഒറ്റ നിമിഷം അല്ല, അതിലൊരു ക്ലാരിറ്റി വരുത്താം. ബാലറ്റ് പേപ്പറിൽ, ഞാൻ ഒരു ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ ഇട്ടു. അത് എന്റെ ബാലറ്റ് പേപ്പർ ആണെന്ന് എങ്ങനെ അറിയും? എന്റെ ബാലറ്റ് പേപ്പർ ആണെന്ന് എങ്ങനെ അറിയും? അത് അറിയാൻ കഴിയും. എങ്ങനെ? അതിലെല്ലാം നമ്പർ ഉണ്ടെന്ന്, എല്ലാ ബാലറ്റിനും നമ്പർ ഉണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്? എല്ലാ ബാലറ്റിനും നമ്പർ ഉണ്ട്. പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ റീകൗണ്ടിങ് വേണ്ട സമയത്ത് എണ്ണി നോക്കുന്ന ബാലറ്റ് പേപ്പറിലെ സീരിയൽ നമ്പർ വെച്ചുകൊണ്ടല്ല, ബാലറ്റ് പെട്ടിയിൽ വീണിട്ടുള്ള ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളാണ് എണ്ണി നോക്കുന്നത്. അല്ലാതെ സീരിയൽ നമ്പർ വെച്ചിട്ട് മറ്റേ ഇലക്ഷൻ കമ്മീഷന്റെ രേഖകളിൽ നിന്ന് എടുത്ത് പരിശോധിച്ച് ഇന്ന വ്യക്തി ഇന്നയാൾക്ക് വോട്ട് ചെയ്തു എന്ന തരത്തിലല്ല അത് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്നാണ് ഞാൻ കൃഷ്ണദാസ്, കോടതിയിൽ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ, ഒരു നിമിഷം അല്ലല്ല, കോടതിയിൽ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ ഞാൻ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടല്ലോ. കോടതിയിൽ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ ഒരു വോട്ടർ ആർക്ക് വോട്ട് ചെയ്തു, ആ വോട്ട് വീണില്ല എന്ന് കരുതിയാണോ ഇലക്ഷൻ പെറ്റീഷൻ വരാറ്? പ്രിയപ്പെട്ട BJP പ്രതിനിധിയുടെ അറിവിലേക്കായിട്ട് ഈ പ്രതിരോധിക്കുന്നവർ, അതിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇത് ഏറ്റവും ലളിതമായുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ വളരെ ലളിതമായി ഇത്ര വോട്ടുകൾ വീണു, ഇന്ന പോയിന്റുകൾക്ക് വോട്ടുകൾ വീണു, അതിന്റെ കണക്ക് കൊടുക്കുക എന്ന കാര്യം മാത്രം പരിഗണിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു സോഫ്റ്റ്വെയർ ആണിത്.
നമ്മൾ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നല്ലേ, രണ്ടും കൂട്ടിയാൽ 4 അല്ലെ, 5 കൂട്ടിയാൽ 10 എന്ന് പറയുന്നത് പോലെ അത്ര ലളിതമായ വിവരങ്ങൾ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ഒരു വിവരം പോലും ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഏറ്റവും വലിയ മേന്മയെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചത് റീകൗണ്ടിങ്ങിന്റെ സാധ്യതയെ കുറിച്ചാണ്. ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ 5+5 എന്ന് കൂട്ടിയാൽ 10 കിട്ടും. അത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം 5 കൂട്ടിയാൽ 10 കിട്ടും നമുക്കറിയാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഈ 10 എന്ന ഉത്തരം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത് 5+5 ആണോ, 8+2 ആണോ, അതോ 7+3 ആണോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. ഇതിന്റെ ഇൻപുട്ട് എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഇൻപുട്ട് എന്താണെന്ന് അറിയാൻ സാധ്യതയുമില്ല. അങ്ങനെ ഇൻപുട്ട് എന്താണെന്ന് അറിയാൻ കഴിയാതെ ഔട്ട്പുട്ട് മാത്രം പരിശോധിക്കുന്ന റീകൗണ്ടിങ് സാധാരണ ചോദിക്കൂ കൃഷ്ണദാസ്, ചോദിക്കൂ. ചോദിക്കൂ. അജിംസ, ഞാനൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കട്ടെ ശ്രീ ജിജീഷിനോട്. ജിജീഷ് പ്രാക്ടിക്കലായി ഏതെങ്കിലും ഒരു പോളിംഗ് ബൂത്തിൽ വോട്ട് എണ്ണുന്ന സ്ഥലത്ത് ആ ബാലറ്റിന്റെ വോട്ടിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുന്നത് അങ്ങ് കണ്ടിട്ടുണ്ടോ? അങ്ങ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചോദ്യത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഒരു പൗരന് അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണേണ്ട കാര്യമില്ല. അതിന് പ്രസക്തി ഉണ്ട്. അതിന് പ്രസക്തി ഉണ്ട്. അതിന് പ്രസക്തി ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങ് പറയുന്നത് 8+2 ആണോ, 7+3 ആണോ, 5+5 ആണോ എന്ന് അറിയാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയല്ല. ഒരു വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ പോളിംഗ് ഏജന്റ് അല്ലെങ്കിൽ പോളിംഗ് ഓഫീസർ മെഷീൻ ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആകെ വോട്ട്, പോൾ ചെയ്ത വോട്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, കിട്ടാത്ത വോട്ട്, ടാലി ആയിട്ടുള്ള സിസ്റ്റം, ഇതെല്ലാം ആ മെഷീൻ ഓപ്പൺ ചെയ്താൽ ഒരുമിച്ചാണ് വരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോന്നോരോന്നല്ല കഴിയുന്നത്, ഒരുമിച്ച് ഒറ്റയടിക്ക് അതായിരുന്നില്ല ജിജീഷ് പറഞ്ഞു വന്ന അതായിരുന്നില്ല. വിട്ടേക്കോ, അത് തർക്ക വിഷയമല്ല. അത് തർക്ക വിഷയമല്ല. അതല്ല ജിജീഷ് പറഞ്ഞു. അല്ല, അതല്ല. ഓക്കെ. ജിജീഷ് പറഞ്ഞതല്ല നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നത്. ശരി. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ ഷമാ മുഹമ്മദ്, പി ബി ജിജീഷ് ഇത്രയും സംസാരിച്ചത്.